കണ്ണൂർ കായലോടിന് സമീപം പറമ്പായി എന്ന പ്രദേശം SDPIയുടെ സ്വാധീന മേഖലയാണ്. അവിടെ അവർക്ക് പോലീസും കോടതിയുമൊക്കെ ഉണ്ട്. ഒരാണും പെണ്ണും തമ്മിൽ സംസാരിച്ചാൽ പോലും പരസ്യമായി വിചാരണ ചെയ്യും. ചിലപ്പോൾ അവർ സദാചാര പോലീസിൻ്റെ വേഷത്തിലുമെത്തും. പറമ്പായിയിൽ ആൺ സുഹൃത്തിനോട് സംസാരിച്ചതിന് ആൾക്കൂട്ട വിചാരണ നേരിട്ടതിൽ മനം നൊന്താണ് റസീന എന്ന യുവതി കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയത്. കേസിൽ കൂടുതൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാണ്. പോലീസ് കണ്ടെടുത്ത യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ് പുറത്തുവന്നത്. പ്രതികളിലേക്ക് നയിക്കുന്ന സൂചനകളും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. എന്നാൽ യുവതിയുടെ ആൺ സുഹൃത്തിനെതിരെ യാതൊരു പരാമർശവുമില്ല. ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് യുവതി ജീവനൊടുക്കിയ കേസിൽ നിർണായകമായ ആത്മഹത്യാക്കുറിപ്പാണ് പോലീസ് കണ്ടെടുത്തത്. തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നും ആൾക്കൂട്ട വിചാരണയെ തുടർന്നുണ്ടായ കടുത്ത മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും കത്തിലുണ്ട്. 3 പേജുള്ള കുറിപ്പിൽ ഒരിടത്തും യുവതിയുടെ ആൺ സുഹൃത്തിനെതിരെ പരാമർശവുമില്ല. സുഹൃത്തുമായി സംസാരിച്ചിരിക്കെ ഒരു സംഘമെത്തി ഭീഷണിപ്പെടുത്തുകയും പരസ്യ വിചാരണ നടത്തുകയും ചെയ്തു. ഇവരുടെ വിശദാംശങ്ങളും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. യുവാവിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും ക്രൂരമർദ്ദനത്തിനും ഇരയാക്കി. സദാചാര പോലീസിംഗ് നടന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. മറ്റു തരത്തിൽ ഭീഷണിപ്പെടുത്തിയോ എന്നും അന്വേഷിച്ചു വരികയാണ്. പ്രതികളുടെ കയ്യിൽ നിന്ന് മർദ്ദനമേറ്റവരുടെ മൊബൈൽ ഫോൺ അടക്കം കണ്ടെടുത്തിട്ടുണ്ടെന്നും സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് പറഞ്ഞു. തലശ്ശേരി ASPയുടെ നേതൃത്വത്തിൽ ഒരു ടീം നമ്മൾ ഈ കേസിന്റെ അന്വേഷണത്തിന് വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ടുള്ള പ്രതികളെ മനസ്സിലാക്കുന്ന പക്ഷേ കൂടുതൽ ഒഫൻസ് വെളിവാകുന്ന പക്ഷം അതിനെ തുടർന്നുള്ള സമഗ്രമായിട്ടുള്ള പോലീസ് നടപടി. റസീനയുടെ ബന്ധു ഉൾപ്പെടെ 3 പേരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. പറമ്പായിലെ റഹീസ്, മുബഷിർ, ഫൈസൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ SDPI പ്രവർത്തകരാണ്. കൂടുതൽ പ്രതികളെക്കുറിച്ചും സൂചന ലഭിച്ചിട്ടുണ്ട്. അതേസമയം മകൾ ആൾക്കൂട്ട വിചാരണ നേരിട്ടിട്ടില്ലെന്നും പോലീസ് അറസ്റ്റ് ചെയ്തവർ നിരപരാധികളെന്നുമാണ് റസീനയുടെ മാതാവിന്റെ പ്രതികരണം. ചോദ്യം ചെയ്യലിനായി SDPI ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നുവെന്ന് യുവതിയുടെ പിതാവ് മുഹമ്മദ് ന്യൂസ് 8നോട് വെളിപ്പെടുത്തി. ഓഫീസിലെത്തുമ്പോൾ അകത്തും പുറത്തും ആളുകളുണ്ടായിരുന്നു. ആത്മഹത്യാക്കുറിപ്പ് വസ്ത്രത്തിൽ ഒളിപ്പിക്കാൻ കാരണം യഥാർത്ഥ പ്രതികളെ തന്നെ കണ്ടെത്തുന്നതിന് വേണ്ടിയായിരിക്കാമെന്നും സുഹൃത്തായ മയ്യൽ സ്വദേശിയെയും പോലീസ് പിടികൂടണമെന്നും പിതാവ്. അതെ അവരുടെ ആൾക്കാർ വന്നു. അപ്പോൾ അവരുടെ ആൾക്കാർ വന്നപ്പോൾ അവൻ്റെ ബ്രദർ, വേറെ ആരോ ഒരു സുഹൃത്ത്, അവിടുത്തെ ഒരു വാർഡ് മെമ്പർ, ഇവരൊക്കെയാണ് വന്നതെന്നാണ് പറഞ്ഞത്. എനിക്കാരെയും അറിയത്തില്ല. അപ്പോൾ പള്ളിൻ്റെ അടുത്ത് വാന്ന് പറഞ്ഞു. ഞാൻ പള്ളിൻ്റെ അടുത്ത് വന്നപ്പോൾ അവർ കൈകാട്ടി വിളിച്ചു, വാന്ന് പറഞ്ഞു. അപ്പോൾ SDPI ഓഫീസ്. അപ്പോൾ എനിക്ക് അത്ര ഒരു സുഖകരമായിട്ട് തോന്നില്ല. അവിടെ കുറേ പിള്ളേരും ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് അവർ പ്രശ്നങ്ങൾ തീർക്കേണ്ടത്. അതിലുള്ളൊരു മനസ്സിലായി. അതുകൊണ്ടായിരിക്കും എൻ്റെ മാനസിക വിഷമത്തിലായിരിക്കും അവൾ പോയത്. ഇതിനിടയിൽ മധ്യസ്ഥ ചർച്ചക്കാണ് യുവാവിനെയും യുവതിയുടെ കുടുംബത്തെയും ഓഫീസിലെത്തിച്ചെന്ന വാദവുമായി SDPI രംഗത്തെത്തി. ഇതിന്റെ ദൃശ്യങ്ങളും ഇവർ പുറത്തുവിട്ടു. നേരെ തിരിച്ചിട്ട് നമുക്ക് പറയാൻ അറിയില്ല. ഒരു പാവപ്പെട്ട നിരപരാധി നേരെ വാരത്തേക്ക് ഇവിടെ വലിയ വിഷയമൊന്നുമില്ല. കാണാതായ യുവതിയുടെ ആൺ സുഹൃത്തിനായും പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തലശ്ശേരി ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം. ന്യൂസ് 18 കണ്ണൂർ.